എഴുതി പലമതസാരവും ഏകമാണ്, എല്ലാ മതങ്ങളുടെയും സത്യം ഒന്നാണ്. അത് തന്നോട് കുറേ ആളുകൾ വന്നിട്ട് വിഗ്രഹപ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിഗ്രഹപ്രതിഷ്ഠ നടത്തി. മുസ്ലിങ്ങൾ വന്നിട്ടും ക്രിസ്ത്യാനികൾ വന്നിട്ടും അവരവരുടെ ആരാധനാലയങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീനാരായണ. ആ ഗുരുവിനെയാണ് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം നടത്തുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആത്മോപദേശത്തിൽ ശ്രീനാരായണ ഗുരു കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, പലമതസാരവും ഏകമാണ്. പിന്നെയോ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അറിയാതെ അമർന്നിടേണം എന്നതാണ്. എല്ലാ മതങ്ങളുടെയും സത്യം ഒന്നാണ്. പക്ഷേ ചില ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ ആനയെ തൊട്ടു നോക്കി ആന ഇന്ന രൂപത്തിലാണ് എന്ന് പറയുന്നത് പോലെ, ചെവി തൊട്ട് നോക്കിയിട്ട് അത് മുറം പോലെയാണ്, കാല് തൊട്ട് നോക്കിയിട്ട് അത് ഉരല് പോലെയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് പോലെ, തെറ്റിദ്ധരിച്ച് പറയുന്നത് പോലെ പലരും മതങ്ങളെപ്പറ്റി വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. മതങ്ങളെ കുറിച്ചുള്ള തെറ്റായ അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും സത്യം ഒന്നാണ്. മനുഷ്യന്റെ ജാതിയെക്കുറിച്ച് ഗുരു കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. രണ്ട് മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കേണ്ടത്? പേരൂര് തൊഴിലീ മൂന്നും പോരുമായത് കേൾക്കുക. ആര് നീയെന്ന് ചൊല്ലേണ്ട, നേര് നീ തന്നെ ചൊല്ലുകയാൽ എന്നതാണ്. ആര് നീ എന്ന് കേൾക്കേണ്ട, നേര് നീ തന്നെ ചൊല്ലുകയാൽ എന്നതാണ്. രണ്ട് മനുഷ്യന്മാരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പേര്, ഊര്, തൊഴിൽ, മൂന്നേ ചോദിക്കണ്ടു. പിന്നെയോ നീ ആരാണ് എന്ന് ചോദിക്കേണ്ടത് വെച്ചാൽ ജാതി ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ജാതി ഏതാണ് എന്ന് ആ ശരീരം കണ്ടാൽ അറിയാം. അവിടെയാ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത്, മനുഷ്യത്വം ജാതി ഗോത്വം ഗവാം യഥ. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം. വേറെ ജാതിയില്ല മനുഷ്യർക്കിടയിൽ. അപ്പോ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് കൽപ്പിച്ചിട്ടുള്ള ഗുരുവിനെ കൈയടക്കണം. ഇതിനു വേണ്ടി കേരളത്തെ വർഗീയ കേരളമാക്കി മാറ്റാം. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തുന്നത് ഗ്രാൻഡ് ഡിസൈൻ എന്നാണ് അന്നത്തെ കേരള കൗമുദിയുടെ പത്രാധിപരായിട്ടുള്ള MS മണി വിശേഷിപ്പിച്ചത്. ഗ്രാൻഡ് ഡിസൈൻ. ആ ഗ്രാൻഡ് ഡിസൈനെ കൊണ്ട് എന്താണ് സംഘപരിവാർ ശക്തികൾ ഉദ്ദേശിച്ചത് എന്ന് വൈക്കത്തെത്തിയപ്പോ മഹാത്മാഗാന്ധിക്ക് ഒരു കത്ത് കിട്ടി. ഗാന്ധിജി, നിങ്ങൾ ഈ അയിത്തജാതിക്കാരുടെ കാര്യം പറഞ്ഞിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, തലേക്കൊല്ലം 24 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതിന്റെ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുരിതം അനുഭവിക്കുന്നതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി വരേണ്ടത്. അതല്ലാതെ അയിത്തജാതിക്കാരുടെ കാര്യമൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സനാതനിയുടെ ഒരു കത്ത്. പിന്നീട് ഗാന്ധിജി വരുന്ന ഓരോ സന്ദർഭങ്ങളിലും സനാതനികളുടെ എതിർപ്പുണ്ടായിട്ടുണ്ട്, കരിങ്കൊടി പ്രകടനം ഉണ്ടായിട്ടുണ്ട്, ഗോബാക്ക് വിളികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 1934 ആണ് ഗാന്ധി വരുന്നത്. 20, 25, 27, 34, 37. അപ്പോൾ 34 കണ്ണൂരിലെ പയ്യന്നൂരിൽ വന്നു. അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള സ്വാമി ആനന്ദ തീർത്ഥൻ, അദ്ദേഹത്തിന്റെ ശരിയായ പേര് ആനന്ദ ഷേണായിയാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ആളാണ് ആനന്ദ ഷേണായി. അദ്ദേഹം ആനന്ദ തീർത്ഥനായി പേര് മാറ്റി നാരായണ ഗുരുവിന്റെ ശിഷ്യനായി അവിടെ പട്ടികജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്കൂൾ നടത്തുന്നു, ഹരിജൻ സ്കൂൾ. അവിടെ കണ്ടു 34. എന്നിട്ട് അദ്ദേഹം ഐത്തോച്ചാടന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പലയിടത്തും പ്രചരണവുമായി പോയി. 34 ജൂൺ മാസത്തിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള പൗരസ്വീകരണത്തിൽ, മംഗളപത്ര സമർപ്പണത്തിൽ ഗാന്ധിജി വരുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധിജിക്ക് നേരെയുള്ള വധശ്രമം നടക്കുന്നത്, ബോംബാക്രമണം. നമ്മളിപ്പോ ഗാന്ധിയുടെ വധത്തെക്കുറിച്ച് പലപ്പോഴും ഓർക്കാറുണ്ട്, രക്തസാക്ഷിത്വം. അത് ജനുവരി 30. എന്നാൽ
34 ജൂൺ മാസത്തിൽ ഗാന്ധിജിക്കെതിരെ ആദ്യത്തെ വധശ്രമം നടന്നു. ആരാണ് വധശ്രമം നടത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. അത് സനാതനികളാണ്. അപ്പൊ ഇവര് ചില്ലറക്കാരല്ല ഈ RSSകാർ. അന്നേണ്ട് ഇതിന്റെ പാരമ്പര്യം, സനാതനികളുടെ പാരമ്പര്യം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കാലത്തുണ്ട്, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലത്തുണ്ട്. അതിനെല്ലാം എതിരായിട്ടുള്ള പാരമ്പര്യമാണ് സനാതനികൾ ഉയർത്തിപ്പിടിച്ചത്. ഇപ്പോഴും അതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ പണം, അതാണ് RSS സംഘപരിവാരത്തെയും BJPയെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിശ്വാസികളുടെ കാര്യത്തിലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ശ്രീരാമൻ അമ്പലം പണിയണം, രാമന്റെ ക്ഷേത്രം ഞങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ BJPക്കാർ വരുന്നത്. ആ അയോധ്യയിലെ രാമന്റെ ക്ഷേത്രത്തിൽ മുസ്ലിം ലീഗുണ്ട്, എത്ര കൂടിയാടിയാണ് ഇവർ മൂന്നും ചേർന്നിട്ട മുക്കൂട്ട് മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി. അങ്ങനെയാണ് നമ്മൾ സീറ്റിൽ പുറകോട്ട് പോയത്. പക്ഷേ 57-ൽ 60 സീറ്റോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ 35.7% വോട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടി. പക്ഷേ 60-ലെ തെരഞ്ഞെടുപ്പിൽ 39% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൂടി സീറ്റ് കുറഞ്ഞു. വിരുദ്ധന്മാർ ഒത്തുചേർന്നു. ഇതേപോലെയുള്ളൊരു പ്രതിഭാസമാണ് 2026-ൽ സംഭവിച്ചത്.